ഇവർക്കൊരു ഭയമില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാഖിൻ്റെ പ്രസിഡൻറ്റ് മഹമ്മൂദ് പെഷസ്കിയാൻ തെരുവിൽ കൂടി നടക്കുകയാണ് ആളുകളുടെ കൂടെ, ഒരു ഭയമില്ലാതെ. തൊട്ടപ്പുറത്ത് മിസൈലിൻ്റെ ബോംബും ഒക്കെ വന്ന് വീഴുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇവരെല്ലാവരും, നേതാക്കളടക്കം ജനക്കൂട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് അള്ളാഹു അക്ബർ. എന്താണ് അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം എന്ന് ഒരു ലേഡി അമേരിക്കൻ ജനങ്ങളോട് പറയുന്നുണ്ട്. ഹേ അമേരിക്കൻ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ ഉത്തേജനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പദം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ ബോംബ് വയ്ക്കാനും തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അത് അവർ തെറ്റായി ഉപയോഗിക്കുന്നതാണ്. ശരിക്കും അതിൻ്റെ അർത്ഥം ഏറ്റവും ഉന്നതൻ, ഏറ്റവും വലിയവൻ, ഈ അള്ളാഹുവിനെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അള്ളാഹു അക്ബർ. അപ്പോൾ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഞങ്ങൾ ഉറക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ജീവിതത്തിൽ ഇനി വേറെ എന്തും വേണ്ട, അള്ളാഹു അക്ബർ, നീയാണ് എല്ലാം വലുത്, നീയാണ് വലുത്, നീയാണോ വലുത്, നീയാണോ വലുത് എന്നുള്ള ചിന്ത മാത്രം മനസ്സിലേക്ക് വരും. അപ്പോൾ ഇനി എന്തൊക്കെ ഈ ലോകം മറിഞ്ഞു വീണാലും ഒരു ഭയം ഉണ്ടാവില്ല. ആ അള്ളാഹു ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റായി ഉപയോഗിക്കാനല്ല. ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് എല്ലാം. ഈ കാണുന്നതൊക്കെ പല സംഭവങ്ങളും ഇവിടെ കാണും, പല അത്ഭുതങ്ങൾ കാണും. ഒന്നുമല്ല, അള്ളാഹ് നീയാണ് ഏറ്റവും വലുത്, നിന്നെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. അങ്ങനെ അള്ളാഹു നീയാണ് ഏറ്റവും വലുത്, നീയാണ് എല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും വരില്ല. വേറെ എന്തൊക്കെ ഇനി സംഭവിച്ചാലും എല്ലാം നീയാണ്, നിൻ്റെ കാവലിലാണ്. നീ തീരുമാനിച്ചാൽ എന്തും നടക്കുകയുള്ളൂ, നീ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയമില്ല. പ്രസിഡൻറ്റും എല്ലാവരും ബൈക്കിൽ കുറച്ച് ആൾക്കാരെ കൂടെ പിന്നാലെ കയറി പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അവർ പറയുന്നുണ്ട് ഇസ്രയേലിലെ പ്രധാനമന്ത്രി, ഇസ്രയേലിൻ്റെ പ്രസിഡൻ്റ് ഒക്കെ ഈ ബങ്കറിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു, ഞങ്ങളിതാതെ തെരുവിൽ കൂടി നടക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇറാനികളെ ഈ യുദ്ധവുമായി നമ്മൾ കാണുമ്പോൾ നമ്മൾ സമ്മതിച്ചേ മതിയാവും. കാരണം ഇത്രയും ശക്തമായ മിസൈലും ഇതൊക്കെ വന്ന് വീഴും. ഇപ്പോൾ പാലസ്തീനിൽ സംഭവിച്ചത് കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ ഇസ്രായേലിലും അമേരിക്കയിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ എടുക്കാം, അമേരിക്കയിൽ ഇതുപോലൊരു യുദ്ധം അവരിതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം അമേരിക്ക അവരുടെ 7ാം പടക്കപ്പലുമായി മറ്റുള്ളവരുടെ കടൽ ഏരിയയിൽ വന്ന് കിടക്കും. എന്നിട്ട് അവിടെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ പട്ടാള ക്യാമ്പുകൾ വേറെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നായിരിക്കും യുദ്ധം ചെയ്യുന്നത്. ഇവരുടെ രാജ്യം അമേരിക്കയുമായി നേരിട്ട് യുദ്ധം ചെയ്യാറില്ല. അതുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് ഒരു യുദ്ധം കണ്ടറിവേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരു ആക്രമണമൊക്കെ അമേരിക്കയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ ജനതയ്ക്ക് ഒറ്റും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവർ 8 വർഷത്തോളം യുദ്ധം ചെയ്ത ആളുകളാണ് ഇറാഖും ഇറാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കരുത്താണ് ഇവർക്ക്, മാനസികമായ കരുത്തും എല്ലാം നേടിയിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇത്രയും ഈ ശക്തമായ ആക്രമണമൊക്കെ അമേരിക്കയും ഇസ്രയേലൊക്കെ, ഇവരുടെ രാജ്യം തുറന്നു എടുക്കുകയാണല്ലോ, ഇവരെ ബോംബർ വിമാനങ്ങൾ വന്ന് അടിക്കുകയാണ് അങ്ങോട്ട്. ആ സമയം ഈ തിരിച്ചടി ഇവർക്ക് മിസൈൽ മാത്രമേ ഉള്ളൂ. ഇവരുടെ ഫ്ലൈറ്റും യുദ്ധവിമാനങ്ങളൊന്നും ഈ ഇസ്രയേലിലേക്ക് ചെല്ലാൻ കഴിയില്ല. പക്ഷേ അവിടുന്ന് ഇവിടെ ഈ ഭൂമി തുറന്നു കിടക്കുക, അപ്പോൾ ഇവിടെ വന്ന് അടിക്കാൻ പറ്റും. എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുകയാണ് ഒരു ഭയമില്ലാതെ. വീണ്ടും വീണ്ടും അവർ ആക്രോശിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ മുന്നണിയിൽ ശക്തമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുക. ഇത് ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വചനത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് അവരുടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മരണപ്പെട്ടാലും ഭയമില്ല, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നുള്ള ചിന്ത, രക്തസാക്ഷിയാവുന്നു, രക്തസാക്ഷിയായ ആൾ സ്വർഗത്തിലായിരിക്കും എന്നുള്ള ചിന്തകളാണ് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് തീവ്രവാദികളായ ആളുകൾ ഉപയോഗിക്കുന്ന ഈ പദം അള്ളാഹു അക്ബർ ഒരു കാര്യവുമില്ല, തെറ്റാണത്. അതുപോലെ ആത്മഹത്യാ മുനമ്പിൽ ചെന്നുള്ള ഈ ചാവേറുകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, ഇസ്ലാമിന് എതിരാണത്. പിന്നെ ഇതുപോലെ മറ്റുള്ള ആളുകളെ അനാവശ്യമായി
ഉപദ്രവിച്ചിട്ട് ഈ പോലെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല.